കുക്കിംഗ് അതാണ് എന്റെ ഹോബി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് ചില്ലി ചിക്കൻ ഒക്കെയാണോ? അൽഫാം, അത് അറേബ്യൻ ഫുഡാണ്. 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു പഠിച്ചിപ്പാറോ വീട്ടിൽ. ഫ്ലാഷ് ബാക്ക്. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാകും. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 രൂപ ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അത് അവള് കള്ളം പറഞ്ഞാണ്. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ പുറത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ അകത്തുള്ള അവർക്കല്ലേ അറിയാവൂ. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജെന്യൂൻ ആണെന്ന്. പക്ഷേ ഈ ലാസ്റ്റ് നിമിഷമായപ്പോൾ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള എന്തായാലും ബിഗ് ബോസിന്റെ കപ്പ് അനുമോൾ അടിച്ചതിന് ശേഷം വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് അനുമോൾ കള്ളം പറയുന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ PR-ന്റെ കേസ് വന്നിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ കള്ളത്തരം പറയരുത്. അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 50,000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തു, 50,000 രൂപ ഞാൻ വന്നിട്ട് കൊടുക്കും. അതായത് ടോട്ടൽ 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ PR എടുത്തു എന്നുള്ള രീതിയിലായിരുന്നു അനുമോൾ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ അനുമോളുടെ PR വിനു എന്താണ് പറഞ്ഞത്? എനിക്ക് ആകെപ്പാടെ 11,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അനുമോൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പച്ച കള്ളമായിരുന്നു എന്നാണ് വിനുവും പറഞ്ഞത്. അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജെന്യൂനിറ്റി നഷ്ടപ്പെടത്തേ ഉള്ളൂ. പോരാതെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ചീത്തപ്പേരുണ്ട്. PR കാരണമാണ് ഈ ഒരു ട്രോഫി കിട്ടിയെന്ന്. അതും കൂടാതെ പുള്ളിക്കാരത്തി ഇങ്ങനെയുള്ള കള്ളങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ പുള്ളിക്കാരത്തി വിശ്വസിക്കുമോ? അതായത് ബിഗ് ബോസിനകത്ത് കിടന്ന് കാണിച്ചത് നാടകമാണെന്നുള്ള രീതിയിലല്ല വരത്തുള്ളൂ. അപ്പം എന്തായാലും ആ ഒരു കാര്യം അനുമോൾ ക്ലിയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാനിവിടെ ആ ഒരു വീഡിയോ വെച്ച് തരാം. അതായത് PR-ന്റെ എമൗണ്ട് പറയുന്നത്. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 രൂപ ഇത് കേൾക്ക് ഫുള്ളായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടാ പുള്ളി ഒന്ന് എടുക്കുള്ളൂ എല്ലാ പ്രാവശ്യവും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു സപ്പോർട്ടിന് ഒരു കണ്ടസ്റ്റന്റിനെ മാത്രമേ എടുക്കുള്ളൂ. പുള്ളി എല്ലാ പ്രാവശ്യം ഒരു കണ്ടസ്റ്റന്റിനെ മാത്രമേ എടുക്കത്തുള്ളൂ. 1 ലക്ഷം രൂപയാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ജിൻഡോയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് വിനുവിന്. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണത്. എന്നാൽ ആ വ്യക്തി തന്നെയാണ് ഇവിടെ അനുമോളുടെയും PR. അപ്പം അനുമോളുടെ അടുത്ത് 1 ലക്ഷം രൂപയാണ് പറഞ്ഞതെന്ന്. അതിനകത്ത് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 50,000 രൂപ വന്നിട്ട് സെറ്റിൽ ചെയ്യുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ നമ്മൾ ചേട്ടൻ എടുത്തു എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഇങ്ങനെ ഞാനാണ് പുള്ളി അടുത്ത് പോയത് കേട്ടോ. പുള്ളി ഇങ്ങോട്ട് വന്നതല്ല, ഞാനാണ് പുള്ളിയെ ഞാൻ വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റെസ്പോൺസ് ചെയ്തില്ല. കാരണം പുള്ളി റെസ്പോണ്ട് ചെയ്യാണ്ട് 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഞാൻ എന്ത് ചെയ്യുന്ന രീതിയിൽ. കാരണം ആരെങ്കിലും പരിചയമില്ല, എനിക്ക് വിശ്വാസം. കേട്ടല്ലോ അനുമോൾ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞത് കംപ്ലീറ്റും കള്ളത്തരമാണെന്നാണ് ഇവിടെ വിനു വന്ന് പറയണത്. അതായത് പറഞ്ഞപ്പോൾ ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതാണെന്നുള്ള രീതിയിൽ. എന്തായാലും നമുക്ക് അതും കൂടി കേൾക്കാം. ാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് ലാലേട്ടൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയുക, ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തികളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് അവൾ കള്ളം പറഞ്ഞാണ്. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഇല്ല ഞാൻ വിനു ഉൾപ്പെടെ പറയുന്നുണ്ട് പുള്ളിക്കാരത്തി കള്ളം പറഞ്ഞതാണെന്ന്. പിന്നെ പൈസ കൊടുത്തതിൻ്റെ ആ ഒരു ഗൂഗിൾ പേയുടെ ആ ഒരു സ്ക്രീൻഷോട്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. ആകെപ്പാടെ എനിക്ക് 11,000 രൂപ മാത്രമേ കിട്ടിയോളെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് കള്ളം പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇനി അടുത്തൊരു കള്ളത്തരം കടന്ന് ഓടുന്നുണ്ട്. ഈ കുക്കിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞത്, അതും കൂടി ഞാനിവിടെ കേൾപ്പിക്കാം. കുക്കിംഗ് അതാണ് എന്റെ ഹോബി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് ചില്ലി ചിക്കൻ ഒക്കെയാണോ? അൽഫാം, അത് അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗ്രിൽഡ് ചിക്കൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടായി ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ടൊക്കെ. കേട്ടല്ലോ, പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്താണ് പറഞ്ഞത്? ഞാൻ അടുക്കളയിൽ പോലും കയറാത്ത ഒരു വ്യക്തിയാണ്, എന്നെ അടുക്കളയിൽ പോലും എൻ്റെ വീട്ടുകാർ കയറ്റത്തില്ല, എനിക്ക് കുക്കിംഗ് പോലും അറിയത്തില്ല, എന്നാലും ഞാൻ കയറി പാചകം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതും പോരാത്തതിന് ഇന്നലെ പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂവിലും പറഞ്ഞത് എന്താണ്? ഇതേ സെയിം ഡയലോഗാണ് പറഞ്ഞത്. അതും കൂടി കേൾക്കാം. 100 ദിവസം നിന്നവർക്ക് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു പഠിച്ചിപ്പാറോ വീട്ടിൽ. ഫ്ലാഷ് ബാക്ക്. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാകും. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടായി. സത്യമാണേ? സത്യം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. ഇത് പറഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം? അതെന്താണ് അങ്ങനെ? എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടം. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം. ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. എല്ലാത്തിനും ഈ ആക്ഷൻ തന്നെ വരുന്നത്. അല്ല, എനിക്കറിയാം എന്നുള്ളൊരു അഹങ്കാരം. ഇതാണ് നമ്മളെല്ലാവരും പറയണത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കണം. ഇങ്ങനെ മാറി ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു ജെന്യൂനിറ്റി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. ഇവിടെ അനുമോളുടെ ജെന്യൂനിറ്റി ഏകദേശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ PR-ന്റെ കേസിനകത്ത് നിന്നാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടറിയാം.
ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു പാഠമാവട്ടെ. ബിഗ് ബോസിനകത്തൊക്കെ കയറി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾ പണ്ടൊക്കെ ഇൻ്റർവ്യൂവിൽ കൊടുത്തത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ പോയി സംസാരിക്കാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം കുത്തിപ്പൊക്കി വന്ന് ആൾക്കാർ ഇതുപോലെ വീഡിയോ ആയിട്ടിടും. അന്നേരം പിന്നെ കിടന്ന് കരഞ്ഞിട്ടോ മെഴുകിയിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല. ഇനി അനുമോളുടെ ചേച്ചിയുടെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ അനുമോൾ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് കണ്ടതാണ് ഈ പറയുന്ന ആദിലയും നൂറയും. ഇവരെ പറ്റിയിട്ട് എവിടെയും പോയിട്ട് അനുമോൾ ഒരു രീതിയിലും ഒരു അനാവശ്യം പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ അനുമോൾ പോയിട്ട് കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, കംപ്ലീറ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ പുള്ളിക്കാരത്തിയുടെ ചേച്ചി വന്നിട്ട് ഇന്നലെ അനീഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ സംസാരിക്കുക. അതായത് പുറത്ത് നിന്നുള്ള ആളാണ്, അതായത് അനുമോളുടെ കുടുംബമാണ് അല്ലേ. കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് ഷോയ്ക്കകത്തുള്ള കാര്യങ്ങൾ വന്ന് പുറത്ത് സംസാരിക്കുക എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. സാധാരണ ഓരോ ഫാമിലിയൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിം അല്ലേ, അത് അവിടെ കഴിഞ്ഞല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ പുള്ളിക്കാരത്തി പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടോണേ. പുറത്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ അകത്തുള്ള അവർക്കല്ലേ അറിയാവൂ. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജെന്യൂൻ ആണോന്ന്. പക്ഷേ ഈ ലാസ്റ്റ് നിമിഷമായപ്പോൾ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ വന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ലൈവിലും കണ്ടില്ല, അല്ലാതെയും കണ്ടില്ല. അപ്പം അത് അവരുടെ ഗെയിമിൻ്റെ പാട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല. അനു വരുമ്പോൾ അനുവിനോട് ചോദിച്ചാൽ കറക്റ്റ് എന്താണെന്ന് അറിയാം. ഈ ഒരു ഡയലോഗ് ഇവിടെ പറയേണ്ടതായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ അനീഷിൻ്റെ അനിയൻ ഇവിടെ എവിടെയെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ടോ ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങൾ? വേണം അനീഷിൻ്റെ അനിയനെ വന്ന് സംസാരിച്ചൂടെ? എൻ്റെ ചേട്ടനെ പറ്റിച്ചതാണ്, എൻ്റെ ചേട്ടന് ഹോപ്പ് കൊടുത്തിട്ട് അവനെ കളിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ വന്ന് സംസാരിച്ചൂടെ? പക്ഷേ അനീഷിൻ്റെ അനിയൻ ഇവിടെ എവിടെയും വന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ പുള്ളിക്കാരത്തി എന്തിനാണ് ഇത് വലിച്ചിടേണ്ട കാര്യം? ഇത് ആ ഒരു ഷോയ്ക്കകത്ത് നടന്ന കാര്യമാണ്. ഇപ്പം ഷോയും തീർന്ന് കപ്പ് അടിച്ചു, പിന്നെയും ഈ ഒരു ഡയലോഗ് അടിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാമല്ലോ, ഇതൊട്ടും ശരിയുള്ളൊരു പരിപാടിയല്ല. അപ്പം എന്തുകൊണ്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ. അപ്പോൾ അനുമോൾക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എവിടെയും പരാതികളില്ല. പക്ഷേ അനുമോളെ ചേച്ചിക്കാണ് ഇപ്പോൾ പരാതി. അനീഷ് വന്ന് പറയുന്നതും എടുക്കുന്നതൊന്നും കണ്ടില്ല. അതായത് പുള്ളിക്കാരൻ ഒരുമാതിരിയില്ല ഫേക്ക് പേഴ്സൺ ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സംസാരം കേട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിനകത്തോട്ട് പോവാം. പൊതുജനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, അതായത് സാധാരണപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയോ. അതായത് അവരുടെയൊക്കെ ഉള്ളിൽ അനീഷാണ് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുമോളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് അതുകൂടി കേൾക്കാം. അനീഷാണ് വിന്നറായി വരേണ്ടത്. അനീഷ് തന്നെയാണ്. അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരു അർഹതയാണ് അതിനകത്ത് ഞങ്ങൾ കാണുന്നത്. എങ്കിൽ ഔട്ടായി പോയ 4ാം സ്ഥാനക്കാരും 5ാം സ്ഥാനക്കാരും ഒക്കെ അനുമോളെക്കാൾ എത്രയോ നന്നായിട്ട് കളിച്ചതാണ്. അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് നമുക്ക് അതൊന്നും അറിയണ്ട. പക്ഷേ അനീഷ് തന്നെയായിരുന്നു ഞങ്ങളുടെ വിന്നർ. ഞങ്ങളുടെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ. എൻ്റെ അമ്മ പറയാണ് മൈക്കും കൊണ്ട് ആരെങ്കിലും വരണേ അനുമോൾക്ക് കൊടുത്തതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല സംസാരിക്കാം. എല്ലാവരും പ്രതീക്ഷയും അനീഷിലായിരുന്നു. പക്ഷെ അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ അത് കൊടുത്തത്. എല്ലാവരും മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അനീഷ തന്നെയായിരിക്കും. അനീഷ് തന്നെയാണ് വിന്നർ. അനുമോൾക്ക് കിട്ടിയെങ്കിലും അനീഷാണ് വിന്നർ. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ ഇത് ഓരോ സാധാരണക്കാരുടെ അഭിപ്രായങ്ങളാണ്. അപ്പം ഈ അനുമോളുടെ ചേച്ചി ഇതൊക്കെ ഒന്ന് കേൾക്കുന്ന വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഈ ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ പല ആൾക്കാരും വന്നിരുന്ന് സംസാരിക്കും. ചിലപ്പോൾ അന്നേരം പിന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ അത് സൈബർ ബുള്ളിംഗ് ആണ്, മറ്റേയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അനീഷിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അനീഷും ഡിസേർവിംഗ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഇവർ രണ്ടുപേരിൽ ആര് കപ്പടിച്ച് കഴിഞ്ഞാലും എനിക്ക് സന്തോഷമായിരുന്നു. കാര്യം രണ്ടുപേരും ഗെയിം കളിച്ചിട്ടുണ്ട്. ഗെയിം കളിച്ചില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയാണ് കാര്യങ്ങൾ. ബാക്കിയൂടെ കേൾക്കാം. കൂടുതലും വളരെ സന്തോഷത്തോടെ പ്രവർത്തിച്ച അനീഷിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അനീഷ് കപ്പ് കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട്. കാരണം സെക്കൻഡെങ്കിലും എന്തെങ്കിലും കിട്ടേണ്ടതാണ്. അത് കിട്ടാത്തതിന് ഞങ്ങൾ വളരെ ദുഃഖിക്കുകയാണ്. വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ എയർപോർട്ട് മൊത്തം ഞങ്ങൾക്ക് അനീഷിന് വേണ്ടിയാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ കിട്ടാത്തതിൽ വളരെ വിഷമമാണ്. എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണത്. അവർ പറയുന്നുണ്ടല്ലോ എയർപോർട്ടിലുള്ള മുഴുവൻ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെ ആയിരുന്നു എന്ന്. എന്തായാലും അൺഫോർച്യുനേറ്റ്ലി അനീഷിന് അത് കിട്ടാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ പുള്ളിക്കാരന് ഒരു സ്ഥാനമുണ്ട്. അത് വലിയ കാര്യം തന്നെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അനീഷിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സൈഡ് നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. കാര്യം അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഇവരെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അനീഷിൻ്റെ ആയാലും അനുമോളുടെ ആയാലും. അപ്പം എല്ലാവരും അങ്ങ് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ സംസാരിക്കല്ലേ. എല്ലാ എണ്ണത്തിൻ്റെ കയ്യിൽ ഒരു വെടിക്കുള്ള ഉണ്ടയുണ്ട്. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിയോ. ഇവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിച്ചു കീറാൻ പറ്റിയ അവസരമാണ് അനുമോളായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതായത് ഏഷ്യാനെറ്റിന് ഇന്റർവ്യൂവിൽ വന്ന് കള്ളത്തരം പറയുക, എന്നിട്ട് PR ആയിട്ടുള്ള വിനു തന്നെ അത് പബ്ലിക്കിന്റെ മുന്നിൽ പറയുക പുള്ളിക്കാരത്തി പറഞ്ഞത് വെറും കള്ളത്തരമാണെന്ന്. അപ്പോൾ അനുമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാനാണെങ്കിലും പറയാനാണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ ആൾക്കാർ അനീഷിനെയൊക്കെ കുറ്റം പറയുന്നതായിരിക്കും ഏറ്റവും വൃത്തി. ഇനി നമ്മുടെ രണ ഫാത്തിമയുടെ കരച്ചിൽ നമുക്കൊന്ന് കേൾക്കാം.
ഞാൻ ഇന്നലെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് താഴെ വന്ന കമന്റ്സ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ്, അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ എന്ന്. ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഐ എം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ. പക്ഷെ അനുമോൾ ഗേൾസ് ഗേൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളെ വോട്ടിങ്ങിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ്. ആണുങ്ങളെല്ലാം ഒന്നാണ് ജിസേലിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേൽ ആര്യനും പൊതുപ്പിന്റെ അടിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് അലിഗേഷൻസ് വെച്ചതും ഒക്കെ. അപ്പൊ അതെന്താ, ആര്യൻ വന്ന് റന ഫാത്തിമയുടെ മണ്ടയിൽ കിടക്കുന്ന പോലെ ഒരു ആക്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞ വ്യക്തിയാണ് ഈ പറയുന്ന ഈ ഒരു കുട്ടി. എന്നിട്ടാണ് വന്നിരുന്ന് ഈ ഒരു ഡയലോഗ് പറയുന്നത്. എടേ, ആര്യൻ്റെയും ജിസേലിൻ്റെയും കേസൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. നമ്മളൊന്നും അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനി പറയുന്നില്ല, പറയാൻ താല്പര്യമില്ല. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസ് എല്ലാവരും എന്താണ് പറഞ്ഞത്? പ്രവീൺ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, അനുമോൾ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞങ്ങളുടെ കണ്ണിലും കണ്ടിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്ന് സംസാരിച്ചത്. അതിനൊന്നും ഇവിടെ ഒന്നും പറയാനില്ലേ? അതും പോട്ട്, റന ഫാത്തിമയായിട്ടുള്ള വിഷയം എന്തിനായിരുന്നു ആര്യൻ്റെ അടുത്ത് പോയി ചോദിച്ചത്? ആര്യൻ അതിന് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഒന്നും പറയാനില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾക്കും വേണമെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞുകൂടെ? അനുമോളും കൂടെ അടുത്ത് കിടക്കാൻ നേരത്തായിരുന്നു ഈ റന ഫാത്തിമ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ അസൂയാണ്. അത് പുള്ളിക്കാരത്തേക്ക് കിട്ടാത്തത് ബാക്കിയുള്ളവർ കിട്ടുന്ന കാണുമ്പോൾ ഉള്ളൊരു കുശുമ്പ്, അത്രയേ ഉള്ളൂ. പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണായിട്ടാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുമോളിൽ ഏറ്റവും വലിയ ശത്രു ആവേണ്ടത് ഈ സംഭവം ഞാനൊന്നല്ല കേട്ടോ വലിച്ചിട്ടത്, അനുമോളെ ഫാൻസ്, PR ഇവരൊക്കെയാണ്. എന്റെ കമന്റ് ബോക്സിൽ 50 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അതുവരെ ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ നല്ലപോലെ തന്നെ നിന്ന്. എനിക്ക് അനുമോളോട് പേഴ്സണലി ഒരു പ്രശ്നമില്ല. പക്ഷെ അനുമോള് കുറെ ഈ ടോക്സിക് ഫാൻസ് ആൻഡ് PRs ഉണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ട സമയത്ത് നെവിന്റെ ഫാൻസ് പ്രശ്നമില്ല. അനുമോളുടെ ഈ ഫാൻസിനെ പറ്റി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് അനുമോളുടെ കുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ വന്ന് കുറ്റപ്പെടുത്തുവാണ്. അത്ര ശരിയുള്ള പരിപാടിയൊന്നുമല്ല. കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറ്റമെന്ന് തന്നെ വന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. അല്ലാതെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ വീഡിയോക്ക് റീച്ച് ഉള്ളൂ, അനുമോളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ റീച്ച് ഇല്ല, ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ നിരന്തരം വീഡിയോ ഇട്ടൊരു വ്യക്തിയെ, പക്ഷേ തെറ്റ് കണ്ടപ്പം തെറ്റെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആര്യൻ്റെയും ജിസേലിൻ്റെ കേസ് എടുത്ത് സംസാരിച്ച ആ ഒരു ടോപ്പിക്ക് അത് തന്നെ തെറ്റാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനീഷിൻ്റെ കേസായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഫാൻസൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് അടങ്ങുന്ന നന്നായിരിക്കും. ഈ ഫാൻസിൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കൊടുക്കുന്ന ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഇപ്പം അങ്ങ് തിരിച്ചു കിട്ടുമെന്ന് ഒരു ചുക്കുമില്ല. അതൊക്കെ ചുമ്മാതാ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളൂ. ഹലോ, ബാക്കിയോടെ കേൾക്കാം. ഫാൻസിന് പ്രശ്നമില്ല, ഷാനവാസ്കറിന്റെ ഫാൻസിന് പ്രശ്നമില്ല. പക്ഷെ അനുമോളെ ഫാൻസിനാണ് പ്രശ്നം. അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തിന് ഗൈസ്? ഞാൻ ആ വീഡിയോയിൽ അനുമോളെ പേരേ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തോ. എനിക്ക് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത. അതിൽ ഈ 3 പേർ കണ്ടസ്റ്റൻസിന്റെ ഫാൻസിനും ഇല്ലാത്ത പ്രശ്നമാണ് അനുമോളെ ഫാൻസിന്. ഇത് ഇന്നും ഇന്നലെ ആയിട്ട് പൊട്ടിമുളിച്ച സപ്പോർട്ടൊന്നല്ല. ഇതിന്റെ മുന്നേ ഞാൻ അനീഷേട്ടൻ ഫൈനൽ 5 വരെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അനീഷേട്ടൻ ഡേ 1 തൊട്ട് ഇപ്പം വരെ വാട്ട് എവർ ഹിസ് ഗെയിം ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിക്കുന്നത്. ഒരാളെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തായാലും അനീഷ് മാത്രമൊന്നുമില്ല, അനുമോളും കളിച്ചിട്ടുണ്ട്. അപ്പം കളിച്ചിട്ടില്ല എന്നൊന്നും ഇവിടെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ പുള്ളിക്കാരത്തി ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. കാര്യം ഈ പുള്ളിക്കാരത്തിയൊക്കെ അതിനകത്ത് ചെന്നിട്ട് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് നിന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് റന ഫാത്തിമയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ട് TV ഓഫാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും അതിനകത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരാണ് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിന്നർ? അല്ലെങ്കിൽ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ പറയുന്നത്? നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.